പറഞ്ഞു നിർത്തിയത്. അതിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു നിർത്തിയത് H = I²RT എന്ന് പറയുന്നതാണ് ജൂൾസ് ലോയുടെ ഇക്വേഷൻ. അതിൽ ഓരോ ടേംസ് എന്താണ് I, എന്താണ് R, എന്താണ് T എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എന്നാലും ഒന്നുകൂടെ പറയാം. I എന്ന് പറയുന്നത് കറണ്ട്, അത് ക്യാപിറ്റൽ A എന്ന് അതായത് ആംപെയർ എന്നാണ് കറണ്ടിനെ സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, ഓം എന്നാണ് അതിന്റെ യൂണിറ്റ്. T എന്ന് പറയുന്ന ടൈം, അത് സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ്. ഓക്കെ, ജൂൾസ് ലോനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് എത്ര ആണെന്ന് കണ്ടുപിടിക്കാനും ചേഞ്ച് ഇൻ ഹീറ്റ് എത്ര ആണെന്ന് കണ്ടുപിടിക്കാനും ഉള്ളൊരു ടേബിൾ, ഒരു ജൂൾസ് ലോയെ ബേസ് ചെയ്ത ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോളത്തിൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2R, R/2, ക്യാപിറ്റൽ R ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് റെസിസ്റ്റൻസ്. അടുത്ത കോളത്തിൽ ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, അത് പല അളവിൽ കൊടുത്തിട്ടുണ്ട്. ടൈം അടുത്ത കോളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് നോക്കാം 2R അല്ലെ, റെസിസ്റ്റൻസ് 2R ആവുമ്പോൾ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് I എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ടൈം എന്ന് പറയുന്ന T. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ജനറേറ്റഡ് എത്രയാണ് കണ്ടുപിടിക്കാൻ? നമുക്ക് ഹീറ്റിന്റെ ഇക്വേഷൻ അറിയാലോ. H = I²RT എന്നാണ് ഇക്വേഷൻ. ആ ഇക്വേഷനിലേക്ക് ഐക്ക് പകരം ഇവിടെ I തന്നെ, ക്യാപിറ്റൽ ആറിന് പകരം 2R എന്നിടുക, ടിക്ക് പകരം സ്മോൾ ടി ഇടുക. അന്നേരം എന്ത് കിട്ടും? ഇവിടെ ഐക്ക് പകരം I എന്നിട്ടു, I², ക്യാപിറ്റൽ ആറിന് പകരം 2R എന്നിട്ടു, ടിക്ക് പകരം സ്മോൾ ടി എന്നിട്ടു. അന്നേരം നമുക്ക് കിട്ടുന്നത് 2 × I²RT എന്ന ഇക്വേഷൻ കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഇവിടുത്തെ ചേഞ്ച് ഇൻ ഹീറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2H ആയിരിക്കും. അതായത് നേരത്തെ ഹീറ്റിന്റെ ഇക്വേഷൻ അറിയാലോ, H = I²RT. 2 times the heat generated ആയി മാറും. അതേപോലെ ഓരോ പ്രാവശ്യവും ഉണ്ടാവുന്ന ഹീറ്റിന്റെ ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ഹീറ്റ് എത്ര ആണെന്ന് അടുത്ത കോളത്തിൽ എഴുതിയിരിക്കണം. അന്നേരം ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. ഞാൻ കറക്ഷൻ ഉണ്ടെങ്കിൽ പറയാം. ഇതൊരു ഹോം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ നോക്കിയാൽ മതി, ഇല്ലാത്തവർ വിഷമിക്കേണ്ട. അവിടെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് കിടപ്പുണ്ട്. യു ക്യാൻ സി ആൻ എക്സ്പെരിമെന്റ്. ദ എക്സ്പെരിമെന്റ് ഈസ് ടു ഒബ്സർവ് ദ റിലേഷൻ ബിറ്റ്വീൻ, നമ്മളിപ്പോൾ പഠിച്ച ജൂൾസ് ലോയില് ഹീറ്റും കറണ്ടും അതുപോലെ ടൈം ഓഫ് ഫ്ലോ, റെസിസ്റ്റൻസ്, ഇതൊക്കെ ബേസ് ചെയ്ത് റിലേഷൻ ഉണ്ടല്ലോ. അന്നേരം ആ റിലേഷൻ ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. The heat developed according to the relation between the heat developed according to Joule's law, the current, the resistance and the time of flow. ഇതെല്ലാം ബേസ് ചെയ്ത് ഹീറ്റും ടൈം ഓഫ് ഫ്ലോയും ഫ്ലോ ഓഫ് കറണ്ടും അതുപോലെ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയും പിന്നെ റെസിസ്റ്റൻസും ബേസ് ചെയ്തുള്ള, റെസിസ്റ്റൻസിന്റെ ഒക്കെ റിലേഷൻ ബേസ് ചെയ്തുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A and B are two beakers. We can see two beakers. ഇവിടെ രണ്ട് ബീക്കേഴ്സ് കാണാൻ സാധിക്കും. A എന്ന് പറയുന്ന ഒരു ബീക്കറും ഉണ്ട്, B എന്ന് പറയുന്ന ഒരു ബീക്കറും ഉണ്ട്. രണ്ടിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 ml കപ്പാസിറ്റിയുള്ള രണ്ട് ബീക്കേഴ്സ് ആണ് വെച്ചിരിക്കുന്നത്. 100 ml വെള്ളം ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. രണ്ട് ബീക്കറിലും 100 ml വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സി റോഡ്, ഒരു PQ എന്ന് പറയുന്ന റോഡ് A എന്ന് പറയുന്ന ബീക്കറിലും വെച്ചിട്ടുണ്ട്. RS എന്ന് പറയുന്ന റോഡ് B എന്ന് പറയുന്ന ബീക്കറിലും വെച്ചിട്ടുണ്ട്. PQ നിക്രോം കൊണ്ടാണ്, മെറ്റീരിയൽ നിക്രോം ആണെങ്കിൽ RS മെറ്റീരിയൽ എന്ന് പറയുന്നത് കോപ്പർ ആണ്. PQ നിക്രോം ആണെങ്കിൽ RS എന്ന് പറയുന്ന മെറ്റീരിയൽ കോപ്പർ ആണ്. ഇത്രയാണ് ഇവിടെ ചെയ്തേക്കുന്ന അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ വോൾ സെറ്റപ്പ് എന്ന് പറയുന്നത് 6 വോൾട്ട് ബാറ്ററി, ഒരു ഡിഫറെന്റ് പൊട്ടൻഷ്യൽ സോഴ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റിയോസ്റ്റാറ്റ് കാണാം. കറണ്ട് അളക്കാൻ വേണ്ടി വി ഹാവ് ആൻ അമ്മീറ്റർ. റിയോസ്റ്റാറ്റ് എന്തിനാന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. അമ്മീറ്റർ എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് മീൻസ് കറണ്ടിന്റെ എമൗണ്ട് മാറ്റി കൊടുക്കാൻ, ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ എമൗണ്ട് മാറ്റാൻ വേണ്ടിയാണ് ഇവിടെ റെസിസ്റ്റൻസ് കൊടുത്തേക്കുന്നത്, റിയോസ്റ്റാറ്റ് കൊടുത്തേക്കുന്നത്. ആൻഡ് വി ഹാവ് അമ്മീറ്റർ എന്തിനാന്ന് വെച്ചാൽ എത്രമാത്രം കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് അളക്കാൻ വേണ്ടി. ഓക്കെ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. PQ എന്ന് പറയുന്ന നിക്രോം വയർ ആണല്ലോ. നിക്രോം വയറിന് റെസിസ്റ്റൻസ് കൂടുതലാണ് ദാൻ കോപ്പർ വയർ. കോപ്പർ വയറിനെക്കാട്ടിലും നിക്രോം വയറിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. അന്നേരം ഏതാണ്ട് 3 to 4 minutes വരെ ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യാനുള്ള
സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. ഇല്ലാതെ ഇവിടെ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, PQ എന്ന് പറയുന്ന നിക്രോം വയറും RS എന്ന് പറയുന്ന നിക്രോം വയറിനും സെയിം ലെങ്തും ആയിരിക്കും, അതേപോലെ ഡയമീറ്ററും സെയിം ആയിരിക്കും. സെയിം ലെങ്ത് ആൻഡ് ഡയമീറ്റർ ഉള്ള നിക്രോം വയറും കോപ്പർ വയറുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ A and B when switch is in on position. ഓൺ പൊസിഷൻ, സ്വിച്ച് ഓൺ പൊസിഷനിലാവുമ്പോൾ എയിലെ ടെമ്പറേച്ചർ, എയിലെ വെള്ളത്തിലുള്ള ടെമ്പറേച്ചർ എത്ര ആണെന്നും ബിയുടെ വെള്ളത്തിലുള്ള ടെമ്പറേച്ചർ എത്ര ആണെന്നും മെഷർ ചെയ്യാം. യൂസിങ് എ തെർമോമീറ്റർ നമുക്ക് മെഷർ ചെയ്യാം. മെഷർ ചെയ്യുമ്പോൾ മനസ്സിലാവും നിക്രോം വയറിന് റെസിസ്റ്റൻസ് കൂടുതല. റെസിസ്റ്റൻസ് കൂടിയ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടും. അതിനനുസരിച്ച് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടും. സോ എ എന്ന് പറയുന്ന ബീക്കറിലെ വാട്ടറിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും ബി എന്ന് പറയുന്ന ബീക്കറിലെ വാട്ടറിന്റെ ടെമ്പറേച്ചറിനെ കാട്ടി കൂടുതൽ. പിന്നെ പറയുന്നു ഇവിടെ കറണ്ടിന്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഹീറ്റിന്, അതായത് വെള്ളത്തിന്റെ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കറണ്ടിന്റെ എമൗണ്ട് കൂടുകയാണ്, ഞാൻ ഒരുപാട് കറണ്ട് ഈ സർക്യൂട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം കറണ്ട് ആയിരിക്കും PQയിലൂടെയും RSലൂടെയും ഫ്ലോ ചെയ്യുന്നത്. കറണ്ടിന് വ്യത്യാസമൊന്നുമില്ല, സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ കറണ്ടിന്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. അതേപോലെ ടൈം ഓഫ് ഫ്ലോ 3-4 മിനിറ്റോളം വെച്ചേക്കുക. ഇനി അതിൽ കൂടുതൽ മിനിറ്റത്തേക്ക് ഈ എക്സ്പെരിമെന്റ് ഞാൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. സോ അതാണ് റിലേഷൻ. H=I²RT എന്നല്ലേ, അതായത് Iക്കും Rനും Tക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് H എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ, I കൂടിയാലും ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് കൂടിയാലും റെസിസ്റ്റൻസ് കൂടിയാലും എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കൂടും. ഹീറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റിന്റെ എഫക്റ്റ് ആണല്ലോ ടെമ്പറേച്ചർ വെള്ളത്തിന്റെ കൂടാൻ തുടങ്ങും. അതാണ് ഈ എക്സ്പെരിമെന്റിൽ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ജൂൾസ് ലോ ബേസ് ചെയ്ത് നമുക്ക് ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. H=I²RT എന്നാണല്ലോ നമ്മുടെ ഇക്വേഷൻ ജൂൾസ് ലോ. സോ അത് ബേസ് ചെയ്ത് ഞാനൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് if 0.2 ampere current flows through the conductor of resistance 200 ohm for 5 minutes. അതായത് നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തെഴുതാം. I എന്ന് പറയുന്നത് കറണ്ട് 0.2 ആംപിയർ, റെസിസ്റ്റൻസ് വി ഹാവ് R = 200 ohm, ആൻഡ് ടൈം എന്ന് പറയുന്നത് 5 minutes. 5 minutes എന്ന് പറയുന്നത് 5 × 60, that is 300 സെക്കൻഡ് ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താ, H=I²RT എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. H=0.2 the whole square into ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 200 into T എന്ന് പറയുന്നത് 300 സെക്കൻഡ് ആണ്. H=0.04. 0.2 the whole square 0.04 into 200 into 300 എത്ര വരും, 2 into 3 6, 60,000. അന്നേരം 0.04 into 60,000. So H=60,000 into 0.04 നമുക്ക് 4/100 എന്ന് എഴുതാം. 0 ക്യാൻസൽ ചെയ്തു, 0 ക്യാൻസൽ ചെയ്തു. then we have 6 into 4 2400 അല്ലേ, 2400 ജൂൾ എന്ന് കിട്ടി. അന്നേരം ഹീറ്റ് ഡെവലപ്ഡ് എത്ര കിട്ടി, 2400 ജൂൾ. ഇങ്ങനെയാണ് എത്രമാത്രം ഹീറ്റ് ആണ് ഡെവലപ്പ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുന്നത്. സിംപ്ലി ആ ഇക്വേഷനിലോട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് എളുപ്പം അത് കിട്ടും. ഇനി അത് കാലറീസിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, എത്ര ജൂളാണ് എത്ര കാലറിയാണ് എന്നൊക്കെ കണ്ടുപിടിക്കണം. വി നോ ദാറ്റ് 1 കാലറി, ഒരു കാലറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. നോട്ട് ചെയ്യുക, 1 കാലറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. എക്സാം ചോദിക്കുകയാണെങ്കിൽ, കാലറീസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു കാലറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ 4.2 ജൂൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, നേരെ തിരിച്ചെഴുതിയേക്കാണ്. 4.2 ജൂൾ ഈസ് ഈക്വൽ ടു 1 കാലറി. then 1 ജൂൾ ഈസ് ഈക്വൽ ടു 1/4.2 കാലറി. 4.2 ജൂൾ എന്ന് പറയുന്നത് ഒരു കാലറി ആണെങ്കിൽ 1 ജൂൾ എന്ന് പറയുന്നത് 1/4.2 കാലറിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യേണ്ടത് 2400 ജൂൾ എത്ര കാലറിയാണെന്ന് കണ്ടുപിടിക്കണം. 2400 ജൂൾ ഈസ് ഈക്വൽ ടു 2400 into 1/4.2 കാലറീസ് ആണ്. ചെയ്യുമ്പോൾ we get 571.428 കാലറി, 571.428 കാലറീസ് എന്ന് കിട്ടും. കാലറിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചാൽ മാത്രമേ ചെയ്താൽ മതി. നമുക്ക് വേണ്ടുന്ന ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വി ഗെറ്റ് എത്ര ജൂൾ. അന്നേരം ഹീറ്റ് കണ്ടുപിടിക്കുന്നത് ബേസിക്കലി
ജൂളിലാണ്. ഹീറ്റിന്റെ യൂണിറ്റ് ജൂളാണ്. അന്നേരം നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജൂളിലാണ് അവസാന ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഇനി എക്സ്ട്രാ കാലറിയിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ചെയ്താൽ മതി. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. The heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt. The heat developed in 3 minutes. 3 മിനിറ്റ് കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഹീറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി ഡിവൈസിന്റെ റെസിസ്റ്റൻസ് 920 ഓം ആണ്. വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്. അന്നേരം ഇവിടെ കറണ്ടിന് വന്ന് നമുക്ക് തന്നിരിക്കുന്നത് 230 വോൾട്ട് എന്നാണ് അല്ലെ. അന്നേരം ആ ഇക്വേഷനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം, ഒന്ന് രൂപമാറ്റം വരുത്തേണ്ടതുണ്ട്. ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. ടി എന്ന് പറയുന്നത് 3 മിനിറ്റ്സ് ആണ്. ദാറ്റ് ഈസ് 3 × 60 = 180 സെക്കൻഡ് എന്ന് വരും. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന 920 ഓം എന്നും വി എന്ന് പറയുന്ന 230 വോൾട്ട് എന്നും. സോ വി ഹാവ് H = I² RT എന്ന ഇക്വേഷൻ ഉണ്ട്. അതേപോലെ ഓംസ് ലോയിൽ നിന്ന് നമുക്കറിയാം I = V/R എന്ന ഇക്വേഷൻ. ഈ I = V/R എന്ന ഇക്വേഷൻ ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അന്നേരം നമുക്ക് എന്ത് കിട്ടും? H = V²/R² × R × T എന്ന് വരും. ആറും ക്യാൻസൽ ചെയ്യുമ്പോൾ വി ഹാവ് ദ ഇക്വേഷൻ V²T/R എന്ന ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. H = V²T/R. ഈ ഇക്വേഷൻ യൂസ് ചെയ്തും പ്രോബ്ലംസ് വരാം. ഇക്വേഷൻ കാണാതെ പഠിക്കണമെന്നില്ല, നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, എളുപ്പമാണ്. H = V²T/R. ഇനി എന്താ ചെയ്യണം? വിക്ക് പകരം ഇവിടെ തന്നേക്കുന്ന 230 വോൾട്ട് എന്നും ടിക്ക് പകരം 3 മിനിറ്റ്സ് അല്ല 180 സെക്കൻഡ് എന്ന് ഇടണം. ക്യാപിറ്റൽ ആറിന് പകരം 920 ഓം ഇട്ട് എത്രമാത്രം ഹീറ്റ് ഡെവലപ്പ് ചെയ്തു എന്ന്, അത് ഹീറ്റ് ജൂൾ എന്ന യൂണിറ്റിൽ വേണം സൂചിപ്പിക്കാൻ. എത്രമാത്രം ഹീറ്റ് ഡെവലപ്പ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അന്നേരം ഇത് നിങ്ങൾ തനിയെ ചെയ്യുക. എന്നിട്ട് ഉത്തരം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കുക. Details of 2 electric heaters are given below. How much will be the heat developed if they are made to work for 5 minutes each? Heater Aയുടെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്, ഹീറ്റർ ബിയുടെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. രണ്ടും 5 മിനിറ്റ് വീതമാണ് വർക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഹീറ്റർ എയുടെ ഡീറ്റെയിൽസ് വർക്കിംഗ് വോൾട്ടേജ് എത്ര? 230 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് 1150 വോൾട്ട്. വർക്കിംഗ് ടൈം 5 മിനിറ്റ്സ്. സിമിലർലി ഹീറ്റർ ബിയുടെ കേസിലും വോൾട്ടേജ്, വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ട് തന്നെയാണ്. റെസിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ട്, 460 ഓം ആണ്. ടൈം 5 മിനിറ്റ്സ്. ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എത്ര മാത്രമാണെന്ന് കണ്ടുപിടിക്കണം. ഹീറ്റർ ബിയുടെ കേസിലും എത്രമാത്രം ഹീറ്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. ഹാവ് ദ ഇക്വേഷൻ H = I² RT അല്ലാതെ ബിയും ടിയും ക്യാപിറ്റൽ ആർ വെച്ചിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. H = V²T/R എന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഹീറ്റർ എയുടെ കേസിൽ എത്രമാത്രം ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നും ഹീറ്റർ ബിയുടെ കേസിൽ എത്രമാത്രം ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നും കണ്ടുപിടിക്കണം. അങ്ങനെ ഇവിടെ നിങ്ങളത് തനിയെ ചെയ്ത് നോക്കുക. എത്ര ഹീറ്റാണ് ഇവിടെ ഉണ്ടാവുന്നത്, എത്ര ജൂൾ ഓഫ് ഹീറ്റാണ് ഇവിടെ ഉണ്ടാവുന്നതെന്നും എത്ര ജൂൾ ഓഫ് ഹീറ്റാണ് ഹീറ്റർ ബിയുടെ കേസിൽ ഉണ്ടാവുന്നതെന്നും കണ്ടുപിടിക്കുക. എന്നിട്ട് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. കാരണം എന്താണ്, ഇവിടെ വോൾട്ടേജ് ടൈമും സിമിലർ ആണ് അല്ലെ. ഹീറ്റർ എയുടെ കേസിലും ഹീറ്റർ ബിയുടെ കേസിലും വോൾട്ടേജും തന്നിരിക്കുന്ന എമൗണ്ട് ഓഫ് ടൈമും സെയിം ആണ്. പിന്നെ ചേഞ്ച് എന്തിനകത്താണ് വന്നിരിക്കുന്നത്? റെസിസ്റ്റൻസിലാണ് വന്നിരിക്കുന്നത്. അന്നേരം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് V²T എന്ന് പറയുന്നത് സെയിം ആയിട്ട് കിട്ടും അല്ലെ. V²T രണ്ട് ഹീറ്റർ എയുടെ കേസിലും ഹീറ്റർ ബിയുടെ കേസിലും സെയിം ആയിരിക്കും. ക്യാപിറ്റൽ ആറിനാണ് ചേഞ്ച് വരുന്നത്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് താഴെയല്ലേ, ഇക്വേഷനിൽ താഴത്തെ ടേമാണ്, താഴെ ഇട്ടേക്കുന്ന ടീമാണ്. അന്നേരം ക്യാപിറ്റൽ ആർ കൂടുകയാണെങ്കിൽ ഹീറ്റ് എന്താ ചെയ്യും? കുറയും. വിയും ടിയും എന്താവുമ്പോൾ കോൺസ്റ്റന്റ് ആവുമ്പോൾ ക്യാപിറ്റൽ ആർ കൂടുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെവലപ്ഡ് കുറയും. നിങ്ങൾ ഹീറ്റർ എയുടെ കേസിൽ ഹീറ്റ് എത്ര മാത്രം ഉണ്ടെന്നും ഹീറ്റർ ബിയുടെ കേസിൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്ത് എത്ര ആണെന്നും കണ്ടുപിടിച്ചിട്ട് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഏത് കേസിലാണ് ഹീറ്റ് കുറയുന്നതെന്നും കൂടുന്നതെന്നും നോട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു റിലേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ സെക്ഷനിലേക്ക് പോവാം. വോൾട്ടേജ് ആൻഡ് കറന്റ് ചേഞ്ചസ് when resistors are arranged in different ways in a circuit.
ഒരു സർക്യൂട്ടിൽ പല രീതിയിൽ നമുക്ക് റെസിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാം. റെസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബൾബ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബൾബിന്റെ അറേഞ്ച്മെന്റ് കാണിച്ചിട്ടുണ്ട്. സിമിലർ അറേഞ്ച്മെന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സീരീസ് കണക്ഷനും ഉണ്ട്, പാരലൽ കണക്ഷനും ഉണ്ട്. അങ്ങനെ രണ്ട് രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള, സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷൻ. അത് നമുക്ക് സീരീസ് കണക്ഷനെ ഒന്ന് പഠിക്കാം. സീരീസ് കണക്ഷൻ, when a circuit is connected by the resistors one after the other, it is called the series connection. ഇതാണ് സീരീസ് കണക്ഷൻ. ഒന്ന് മറ്റൊന്നിനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത്, മാല പോലെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു റെസിസ്റ്റർ, ഇപ്പം ഈ പിക്ചറിൽ കാണാൻ സാധിക്കും, R1 എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ തൊട്ട് അടുത്തായിട്ട് R2 എന്ന് പറയുന്ന റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. R1ന്റെ ഒരു എൻഡിൽ നിന്നുമാണ് R2 പോകും. അടുത്ത റെസിസ്റ്റർ വരുമ്പോൾ ഇനി R3 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അത് R2ന്റെ അടുത്ത എൻഡിൽ നിന്ന് R3യിലേക്ക്, അതായത് ഒന്ന് അതിനടുത്തതായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് n റെസിസ്റ്റേഴ്സ് വേണമെങ്കിലും ഇതിലേക്ക് കണക്ട് ചെയ്യും. സോ ഞാൻ ഈ I കറണ്ട് ഈ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുകയാണെന്ന് വെച്ചു. I കറണ്ട് ആണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഞാൻ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ I കറണ്ട് ആയിരിക്കും R1 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്നത്. സെയിം കറണ്ട് I കറണ്ട് തന്നെയായിരിക്കും R2 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്നത്. കറണ്ട് R1 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്നുണ്ട്, R2 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്നുണ്ട്. When the resistors are connected in series, the potential difference get divided. അങ്ങനെ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്, റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യപ്പെടും. വി ആണ് മൊത്തം ഈ സിസ്റ്റത്തിൽ, ഈ സർക്യൂട്ടിൽ. ഇപ്പോൾ ഞാൻ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് വരച്ചു കഴിഞ്ഞാൽ വി ആണ് ഇതിനകത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മീൻസ് ഞാൻ കണക്ട് ചെയ്യുന്ന ബാറ്ററി വി ആണെങ്കിൽ, ഈ വോൾട്ട് ആണെങ്കിൽ V1 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും R1ന് അക്രോസ് ആയിട്ട് വരുന്നത്. V2 പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിരിക്കും R2ന് അക്രോസ് ആയിട്ട് വരുന്നത്. V1 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും R1ന് അക്രോസ് ആയിട്ട് വരുന്നത്. V2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും R2ന് അക്രോസ് ആയിട്ട് വരുന്നത്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തോ ചെയ്യും, ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ളത് ഡിഫർ ചെയ്യും, വ്യത്യാസപ്പെടും. When the resistors are connected in series, the potential difference get divided. Under total potential difference V ആണെങ്കിൽ V is equal to V1 plus V2 എന്ന് എഴുതാമല്ലോ. കറണ്ട് പാസ് ചെയ്യുന്ന സെയിം ആണ്. From Ohm's law we have V is equal to IR എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. So V1 is a potential difference across R1. So V1 is equal to I into R1 എന്ന് എഴുതാം. അതേപോലെ V2 is equal to I into R2 എന്ന് എഴുതാം. നമുക്കറിയാം ഈ ഇക്വേഷനിൽ വിക്ക് പകരം I into R എന്ന് എഴുതിയാൽ I into R is equal to I into R1 plus I into R2. ഈ ഇക്വേഷനെ ബേസ് ചെയ്താണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇവിടെയുണ്ട്, ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. ഇവിടുന്ന് I കോമൺ എടുക്കാം, റൈറ്റ് സൈഡിൽ നിന്ന് I കോമൺ എടുക്കാം, ലെഫ്റ്റ് സൈഡിൽ I ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ റിസൾട്ടന്റ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, R is equal to R1 plus R2 എന്ന് കിട്ടും. That is effective resistance when two resistors are connected in series, then the effective resistance in the circuit എന്ന് പറയുന്നത് R is equal to R1 plus R2 ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ R is equal to R1 plus R2. If all the resistors have the same value, R' ആണ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന റെസിസ്റ്റൻസും 6 ohm ആണ്, അടുത്ത റെസിസ്റ്റൻസും 6 ohm ആണ്. ഇനി ഞാൻ അങ്ങനെ ഒരു n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് 3 or 4 or 5 അങ്ങനെ എത്രയെങ്കിലും നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഇതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്. ആ റെസിസ്റ്റൻസിന്റെ എല്ലാം വില സെയിം ആണ്. 6 ohm ആണെങ്കിൽ എല്ലാം 6 ohm ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ R' ഇവിടെ ഞാൻ എടുത്തേക്കുന്ന R' എന്നാണ്. എല്ലാ റെസിസ്റ്ററിന്റെ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നു. അതിന്റെ എല്ലാ റെസിസ്റ്റൻസ് R' ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R is equal to n into R' എന്നായിരിക്കും. സോ ഇക്വേഷനും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ ഈ സീരീസ് കണക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇതാണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഡിഫർ. ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വേരി ചെയ്യുന്നത്. കറണ്ട് സെയിം ആയിരിക്കും. ഇൻ കേസ് ഓഫ് സീരീസ് കണക്ഷൻ potential difference across each resistors differs but current remains the same. ഇത് നേരെ തിരിഞ്ഞു വരും ഇൻ കേസ് ഓഫ് പാരലൽ കണക്ഷൻ വരുമ്പോൾ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക, തിരിഞ്ഞു പോകരുത്. അടുത്ത പാരലൽ
കണക്ഷനിൽ നമ്മൾ നേരത്തെ സീരീസ് കണക്ഷൻ കണ്ടു. ഇനി പാരലൽ കണക്ഷനിലേക്ക് വരാം. പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെയുണ്ട് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. മറ്റേ സീരീസ് ആയിട്ടായിരുന്നെങ്കിൽ ഇത് റെസിസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. R1 എന്ന് പറയുന്ന റെസിസ്റ്റർ R2 എന്ന് പറയുന്ന റെസിസ്റ്ററിന് പാരലൽ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗറിനെ ഇങ്ങനെയും വരയ്ക്കാം. R1ഉം R2ഉം ഇവിടെ പാരലലാണ്. സോ I കറണ്ട് ഇങ്ങനെ ഇതുവഴി ഫ്ലോ ചെയ്യുവാണെങ്കിൽ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്യപ്പെടും അല്ലെ. R1 റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കുന്ന ഒരു ബ്രാഞ്ചും ഉണ്ട്, R2 റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കുന്ന ഒരു ബ്രാഞ്ചും ഉണ്ട്. R1 റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കുന്ന ബ്രാഞ്ചിലൂടെ I1 എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ R2 റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കുന്ന ബ്രാഞ്ചിലൂടെ I2 എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യും. The current completes the circuit by getting divided into each branch since resistors are connected in parallel. Resistors parallel ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ബ്രാഞ്ച് ചെയ്ത് പോകും. നേരത്തെ നമ്മൾ കണ്ടതുപോലെ കറണ്ട് സെയിം ആയിരുന്നു. സീരീസിന്റെ കേസിൽ കറണ്ട് ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് സെയിം ആയിരുന്നു. വോൾട്ടേജ് ആയിരുന്നു ഡിഫർ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടും ഡിഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ കേസിൽ കറണ്ട് ഡിഫർ ചെയ്യും. ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഡിഫർ ചെയ്യും. കാരണം ഓരോ ബ്രാഞ്ചസ് ആയിട്ടാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ വോൾട്ടേജ് എന്തായിരിക്കും? സർക്യൂട്ടിലെ വോൾട്ടേജ് സെയിം ആയിരിക്കും. വോൾട്ടേജിന് വ്യത്യാസമില്ല, കറണ്ടിനായിരിക്കും ഇവിടെ വ്യത്യാസം. എനിക്ക് അന്നേരം എഫക്റ്റീവ് കറണ്ടിനെ എങ്ങനെ എഴുതാം? I is equal to I1 plus I2 എന്ന് എഴുതാമല്ലോ. ഫ്രം ഓംസ് ലോ വി ഹാവ് I is equal to V by R എന്നുണ്ട്. സോ ഇതിന് പകരം ഞാൻ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V by R is equal to V by R1, V സിമിലർ ആണ്, പ്ലസ് V by R2 എന്ന് എഴുതി. ഈ ഇവിടെ എല്ലാം സെയിം ആയതുകൊണ്ട് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്ത് കളയും. സോ 1 by R is equal to 1 by R1 plus 1 by R2 എന്ന് കിട്ടി. Or capital R is equal to R1 R2 divided by R1 plus R2 എന്ന് എഴുതാം. ഇത് ഏത് കേസിലാണ്? ഞാൻ രണ്ട് റെസിസ്റ്ററെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ക്യാപിറ്റൽ R is equal to R1 R2 divided by R1 plus R2 എന്നാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എഴുതിയിരിക്കുന്നത്. If there are n resistors, R dash ഇപ്പൊ എല്ലാ റെസിസ്റ്റർ ഇവിടെ R1 റെസിസ്റ്റർ R2 റെസിസ്റ്റർ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി n നമ്പർ ഓഫ് റെസിസ്റ്റർ ഞാൻ എല്ലാം ഒരേ റെസിസ്റ്റൻസ് ഉള്ള n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ക്യാപിറ്റൽ R is equal to R dash divided by n ആണ്. സീരീസിന്റെ കേസിൽ R എത്ര equal to n into R dash എന്ന് വന്നെങ്കിൽ പാരലലിന്റെ കേസിൽ ക്യാപിറ്റൽ R is equal to R dash divided by n. സോ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. കംപ്ലീറ്റ് ടേബിൾ 1.6 ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 1.6 എന്ന് പറയുന്ന ടേബിൾ 1.6 കൊടുത്തിട്ടുണ്ട്. ആ ടേബിള് ഇത് ഇപ്പം നമ്മൾ പഠിച്ച സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും വെച്ചിട്ട് അതിന്റെ പ്രത്യേകതകൾ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോട്ട് ചെയ്തെടുക്കാം. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ ഡിഫറൻസ് നോക്കി. എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ക്യാപിറ്റൽ R is equal to R1 plus R2 in case of series resistors, series connection, and in case of parallel connection capital R is equal to R1 R2 divided by R1 plus R2 എന്നായിരിക്കും. അങ്ങനെ അതൊരു ഡിഫറൻസ് ആണ്. അടുത്തത് in case of when resistors are connected in series ആണെങ്കിൽ the current through each resistor is same. ഓരോ റെസിസ്റ്ററിലുമുള്ള കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. റെസിസ്റ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താണെങ്കിൽ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഇസ് ഡിഫറെന്റ്. അതായത് ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടിന്റെ ഫ്ലോ, കറണ്ടിന്റെ എമൗണ്ട് ഡിഫേഴ്സ് ഇൻ കേസ് ഓഫ് പാരലൽ കണക്ഷൻ. ഇനി സീരീസ് കണക്ഷനിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഇസ് ഡിഫറെന്റ്. ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമായിരിക്കും സീരീസ് കണക്ഷനിൽ. Parallel connection no potential difference across each resistor same ആയിരിക്കും. ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇനി each resistor can be controlled by using one switch. In series കണക്ഷനിൽ ഒരൊറ്റ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് മൊത്തം റെസിസ്റ്റൻസിനെയും എല്ലാ റെസിസ്റ്റേഴ്സിനെയും കൺട്രോൾ ചെയ്യാം. പക്ഷെ പാരലൽ കണക്ഷനിൽ സെപ്പറേറ്റ് സ്വിച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ റെസിസ്റ്റേഴ്സിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് സ്വിച്ച് ആണ് യൂസ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് പാരലൽ കണക്ഷൻ.
അങ്ങനെ വീട്ടിലെ കണക്ഷനൊക്കെ എന്തായിരിക്കും? പാരലൽ കണക്ഷൻ ആയിരിക്കും. കാരണം ഓരോ ഡിവൈസസും നമ്മൾ സെപ്പറേറ്റ് സ്വിച്ചസ് വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് വാട്ട് ഈസ് ദ കറണ്ട്? അന്നേരം നമുക്കിവിടെ ഒരു ചോദ്യം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് അതിനകത്ത് ഇട്ടേക്കണം. കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അത് തിരുത്തി തരാം. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. What is the current if 12 ohm and 4 ohm resistors are connected in parallel and 12 volt potential difference is applied? 12 ohm resistor 4 ohm resistor parallel ആയിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്. ആൻഡ് 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ സർക്യൂട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട് ആണ്. അതിൽ ഇവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് R1 എത്ര 12 ഓം എന്നെടുക്കാം, R2 4 ഓം എന്നെടുക്കാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R is equal to R1 R2 divided by R1 plus R2 എന്ന ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് എങ്ങനെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കറണ്ട് ഓംസ് ലോ അറിയാലോ. ഓംസ് ലോയിൽ നിന്നും I is equal to V by R എന്ന ഇക്വേഷനിൽ നിന്ന് ക്യാപിറ്റൽ V എന്ന് പറയുന്ന 12 വോൾട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന 12 വോൾട്ട് എന്ന് പറയാം, എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ ഇക്വേഷനിൽ നിന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ I is equal to V by R എന്ന ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എത്ര ആംപിയർ കറണ്ട് ആണ് ഇതിനകത്ത് നിന്നും കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അത് ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ എഴുതിയിട്ടിട്ടില്ല, നിങ്ങൾ അത് ശ്രദ്ധിച്ചൊന്ന് നോട്ട് ചെയ്യുക. 10 resistors of 2 ohm. 10 resistors of 2 ohm each are connected in parallel. Calculate the effective resistance. അന്നേരം 10 റെസിസ്റ്റേഴ്സ്, 2 ഓമിന്റെ 10 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്, സമാന്തരമായിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ്? നമ്മൾ പഠിച്ച ഇക്വേഷനിൽ നിന്നാണ് ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷനിൽ നിന്നുമാണ് ഇത് കിട്ടുന്ന ആൻസർ കിട്ടുന്നത്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് തനിയെ ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ഇട്ടേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഈ പഠിപ്പിച്ച ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R is equal to R1 R2 divided by R1 plus R2 എന്ന ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് എങ്ങനെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കറണ്ട് ഓംസ് ലോ അറിയാലോ. ഓംസ് ലോയിൽ നിന്നും I is equal to V by R എന്ന ഇക്വേഷനിൽ നിന്ന് ക്യാപിറ്റൽ V എന്ന് പറയുന്ന 12 വോൾട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന 12 വോൾട്ട് എന്ന് പറയാം, എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ ഇക്വേഷനിൽ നിന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ I is equal to V by R എന്ന ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എത്ര ആംപിയർ കറണ്ട് ആണ് ഇതിനകത്ത് നിന്നും കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അത് ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ എഴുതിയിട്ടിട്ടില്ല, നിങ്ങൾ അത് ശ്രദ്ധിച്ചൊന്ന് നോട്ട് ചെയ്യുക. 10 resistors of 2 ohm. 10 resistors of 2 ohm each are connected in parallel. Calculate the effective resistance. അന്നേരം 10 റെസിസ്റ്റേഴ്സ്, 2 ഓമിന്റെ 10 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്, സമാന്തരമായിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ്? നമ്മൾ പഠിച്ച ഇക്വേഷനിൽ നിന്നാണ് ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷനിൽ നിന്നുമാണ് ഇത് കിട്ടുന്ന ആൻസർ കിട്ടുന്നത്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് തനിയെ ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ഇട്ടേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം.